മോൾക്കേ അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ? അതെ, ഒരു ദുഷ്ടശക്തി എതിർത്തു തോൽപ്പിച്ച നന്മ നിറഞ്ഞ 2 പേരുടെ കഥയാ അമ്മ പറയാൻ പോകുന്നേ. എന്താ എന്തുപറ്റി? മുഖത്ത് ഒരു വിഷമം? ആ അയ്യോടാ, സ്കൂളിലെ കഥയെഴുത്ത് മത്സരത്തിന് കഥയൊന്നും കിട്ടിയില്ല. ഓ, അതായിരുന്നോ കാര്യം? അപ്പൊ ധ്വനിമോള് കഥ എഴുതാൻ വന്നിരുന്നതായിരുന്നു അല്ലേ? ഞാൻ കരുതി എന്തോ കണക്ക് ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തതിന്റെ ടെൻഷനായിരിക്കും. ഒരു കഥയ്ക്ക് ഇത്ര പാടോ? ധ്വനിമോക്ക് എത്ര കഥ വേണം? ഞാൻ പറഞ്ഞുതരാലോ. ശരി. ഒരിടത്ത് ഒരപ്പൂപ്പനും ഒരമ്മുമ്മയും ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ ഒരു ദിവസം പരിപ്പ് വട തിന്നാൻ ആഗ്രഹം തോന്നി. അപ്പൂപ്പനത് അമ്മുമ്മയോട് പറഞ്ഞു. പക്ഷെ അപ്പൂപ്പൻ പരിപ്പ് വടയുടെ പേര് മറന്നുപോയി. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് പറയാൻ അപ്പൂപ്പൻ അറിയില്ലായിരുന്നു. ഇത് വേണ്ടേ? അല്ലെങ്കിൽ ഇതുപോലത്തെ കഥയൊക്കെ ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ? നിന്നെ ഇത്രയും കാശൊക്കെ മുടക്കി പഠിപ്പിച്ചത് വെറുതെ ആയല്ലോടി. ധ്വനിമോൾക്ക് ഞാൻ കഥ പറഞ്ഞുതരാട്ടോ. ഇത് കുടിച്ച്. ഒരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവക്ക് അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അവളെ വളർത്തിയത് അവളുടെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ച ഒരു സ്ത്രീയായിരുന്നു. അവർക്കാണെങ്കിൽ 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇത് സിൻഡ്രല്ലയുടെ കഥയാണോന്നാ മോള് ചോദിക്കുന്നത്? അതിപ്പോ സിൻഡ്രല്ലയുടെ കഥയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. ആഹാ, അത് കൊള്ളാലോ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. മാറ്. കോപ്പി അടിച്ച കഥ പറഞ്ഞ് കൊച്ചിനെ പറ്റിക്കാൻ നോക്കുന്നു. ഞാൻ മോക്ക് വേറെ കഥ പറഞ്ഞുതരാം. പണ്ട് പണ്ട് അപ്പൊ അതൊരു ഫോൺ നമ്പർ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണോ പറയുന്നത്? അതെ. ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ. ലാൻഡ് ഫോൺ നമ്പർ അല്ലേ? അത് കട്ടായി കാണുന്നേ. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ തിരക്കിയാം പണ്ട് ആ നമ്പർ ഉപയോഗിച്ചിരുന്നവരുടെ അഡ്രസ് കിട്ടാൻ സാധ്യതയില്ലേ? പിന്നെ കിട്ടും, ഞാൻ അന്വേഷിക്കാം. ആ ശരി, ആ അഡ്രസ് ഒന്ന് കിട്ടുമെങ്കിൽ അത് നോക്കിയെടുത്തിട്ട് ഉടനെ ഒന്ന് വിവരം അറിയിക്കണം. ആ എന്നാ ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അഡ്രസ് എടുത്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ ശരി. ആരുടെ അഡ്രസ്സാ തപ്പിയെടുക്കാൻ പോകുന്നത്? അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാ, നിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. പോ, കേറി പോ. സിന്ധു ചേച്ചി ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അറിയാം ഒഫീഷ്യൽ ഏതാ അല്ലാത്തത് ഏതാന്നൊക്കെ. നിനക്കൊന്നും വേറെ ഒരു പണിയില്ല ഗിരിജ. എന്നാ ഈ പണിയൊക്കെ നിങ്ങൾ വെറുതെ ആരുടെയും സമാധാനം കളഞ്ഞില്ലെങ്കിൽ നിനക്കൊന്നും ഉറക്കം വരൂലേ? ഇതെന്തൊരു കഷ്ടമാണിത് ഗിരിജ. സത്യത്തില് ശരിക്കും ഒഫീഷ്യൽ കോള് തന്നെയാണ്. നീ വെറുതെ സിന്ധുവിനെ വിളിച്ച ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതൂടെ കൊണ്ടോ. അപ്പൊ പേടിയുണ്ടല്ലേ? നിങ്ങളെയൊക്കെ ഇങ്ങനെ നിർത്തിയാലും ശരിയാവും. ദുഷ്ടത്തിൽ നിന്നെ കൊന്നു. ദൈവമേ, എന്തൊരു കഷ്ടം നോക്കി. ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മിണ്ടിയില്ല. അതാണ് നല്ലത്. അങ്ങനെ അവരാ നാട്ടില് സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ എങ്ങനെയുണ്ട്?
ആഹാ. അപ്പോ ഇതുവരെ സ്കൂളിൽ കൊടുക്കാനുള്ള കഥയൊന്നും കിട്ടിയില്ലേ? ഉം. മോള് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പോ നല്ല കഥ കിട്ടും. ഉം. ഞങ്ങള് കഥ പറഞ്ഞു തരാനോ? അതെങ്ങനെ ശരിയാവാനാ മോളെ? അപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഞങ്ങള് രണ്ടുപേരും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ? എല്ലാ കുട്ടികളോടും ഒരേ രീതിയിലല്ലേ ഞങ്ങൾക്ക് പെരുമാറാൻ പറ്റൂ? ഉം? അതുകൊണ്ട് മോള് തന്നെ നല്ലൊരു കഥ കണ്ടുപിടിക്കും. ഓ, നിങ്ങൾ കൊച്ചിനൊരു കഥ പറഞ്ഞു കൊടുത്തെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതേതോ പത്രക്കാര് നടത്തുന്ന മത്സരമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ കുഴപ്പം? അങ്ങനെയല്ല ചെറിയമ്മേ. ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ദുർഗ പറഞ്ഞതാ അതിന്റെ ശരി. ധ്വനിമോളെയും അവര് മറ്റു കുട്ടികളെ പോലെ തന്നെ വേണം പരിഗണിക്കാൻ. ധ്വനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ടീച്ചേഴ്സ് എന്ന നിലയിൽ ധാർമ്മികമായിട്ട് ഒട്ടും ശരിയല്ല. എന്റെ മോള് വാ, അമ്മ നല്ലൊരു കഥ മോൾക്ക് പറഞ്ഞുതരാം. വാ. മോളെ, നീ വിഷമിക്കാതെ. അമ്മ പോയിട്ട് വേഗം തിരിച്ചു വരാം. ദേ, വിഷമിച്ചിരിക്കുന്ന നിന്റെ മുഖം കണ്ടിട്ട് പോയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേണം അമ്മയെ യാത്രയാക്കാൻ. ശരി, അമ്മ പോയിട്ട് വേഗം തിരിച്ചു വാ. പിന്നെ അറിയാലോ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ. എല്ലാം അറിയാം. ദേ, ഈ സമയത്ത് ഒന്നിന്റെ പേരിലും വിഷമിക്കാൻ പാടില്ല. അമ്മ വേഗം തിരിച്ചു വരാം. ഉമ്മ സന്തോഷായിട്ടിരിക്കണേ. വേഗം വരണേ. അമ്മ പോയിട്ട് വരാം മോളെ. മോൾക്കേ അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ? അതെ, ഒരു ദുഷ്ടശക്തി എതിർത്തു തോൽപ്പിച്ച നന്മ നിറഞ്ഞ 2 പേരുടെ കഥയാ അമ്മ പറയാൻ പോകുന്നെ. നന്മയുള്ള 2 പേരിൽ ഒരാൾ ഒരു ലേഡി പോലീസ് ഓഫീസർ ആയിരുന്നു. മറ്റേയാള് ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ്.